ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 91,000 USD ടച്ച് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്ന ഒരു 90,500 ഓക്കെ 91,000 ടച്ച് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 85,000 90,000 USD എത്തുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ പ്രോജക്റ്റും സെല്ല് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാ കോയിനും നിങ്ങൾ പ്രോഫിറ്റ് സെല്ല് ചെയ്യരുത്, കുറച്ചായിട്ട് സെല്ല് ബുക്ക് ചെയ്ത് വരണം, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വരണം. ഞാൻ 2024 ഓഗസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷ് ആയ ടൈം വീണ്ടും ആവറേജ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നിങ്ങൾ ഓരോ പ്രോജക്റ്റും സെല്ല് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വരണം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർഡിനോ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ അന്ന് 0.30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 0.65 വന്നിട്ട് 0.60 ആണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ ഒരു 80% 90% നിങ്ങൾക്ക് ഏതൊരു പ്രോജക്റ്റും പ്രോഫിറ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് അത് കുറച്ച് ക്വാണ്ടിറ്റി ഒരു 25% അല്ലെങ്കിൽ 30% സെല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ കാർഡിനോ ഒരു 0.30 ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 80% പ്രോഫിറ്റ് വരുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതിൻ്റെ ഒരു 25 അല്ലെങ്കിൽ 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഷിബയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വരാം. CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 150% മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും പലരും പ്രോഫിറ്റ് ഏകദേശം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CETയും പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലരാണെങ്കിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ് ആണ്. ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ സൈഡ് വൈസ് ആണ് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും ബെനിഫിറ്റ് ആണ്. ബിറ്റ്കോയിനും അതോടൊപ്പം തന്നെ നമ്മുടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും വീണ്ടും പുതിയ ഹൈ നോക്കി പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഹൈ ട്രെൻഡ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഓരോ പ്രോജക്റ്റും വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. XRP ഹൈ ആണോ? XRP ഹൈ ആണ്. നമ്മുടെ കാർഡിനോ ഹൈ ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രോജക്റ്റും നല്ല രീതിയിൽ തന്നെ ഹൈ ആണ്. സൊളാനയൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, $10 താഴെ പറഞ്ഞതാണ് ഏകദേശം 220 USD വരെ വന്ന്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് സൊളാനയൊക്കെ ഏകദേശം $1,000 മുകളിൽ ടച്ച് ആകും. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പണ്ട് ഏകദേശം മുമ്പ് പറഞ്ഞൊരു പ്രോജക്റ്റാണ് നമ്മുടെ BNB 25 USD. നിങ്ങൾ നോക്കുക, ഇപ്പോഴത്തെ BNBയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 630. പക്ഷേ BNB ഇതിന് മുമ്പുള്ള പ്രൈസും പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സൊളാനയും നല്ല പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് പ്രോഫിറ്റ്. വെർജ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം കണ്ടോ ഹൈ ട്രെൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെർജ് ഏകദേശം മുമ്പ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ക്രാഷ് ആയ ടൈം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.0030 താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ വെർജ് വന്നിട്ട് ആവറേജ് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, വെർജ് ഇപ്പം 0.0050 അടുത്താണ് നിൽക്കുന്നത്. ഏകദേശം 50% മുകളിൽ 60% അടുപ്പിച്ച് പ്രോഫിറ്റിലാണോന്ന് വെച്ച് കഴിഞ്ഞാൽ വെർജ് പ്രോഫിറ്റ് ആണ്. വെർജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ വെർജ് 100% വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു 25 അല്ലെങ്കിൽ 15% നിങ്ങൾ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ബിറ്റ്കോയിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്, മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവിലോട്ട് വേണമെങ്കിൽ വീഴാം. അതായത് മുമ്പ് നമ്മുടെ FTX എക്സ്ചേഞ്ചിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷായി. അതുപോലെ ഇനി ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഇപ്പം വരികയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അതുപോലത്തെ ഒരു ന്യൂസ് വരികയാണെങ്കിൽ പെട്ടെന്ന് ക്രാഷിലോട്ട് പോകാം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ EOS ഒക്കെ ഏകദേശം വീണ്ടും പറഞ്ഞാൽ 0.40 ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗസ്റ്റ് മാസത്തിൽ 0.62 വന്നിട്ട് ഇപ്പോൾ 0.56 ആണ്. ഇതൊക്കെ ഏകദേശം $1 മുകളിൽ ഈസി ആയിട്ട് പോകുന്നതായിരിക്കും. $1 മുകളിൽ വരുന്ന ടൈം നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റ് 0.14 പറഞ്ഞാണ്. ഇപ്പോൾ ഏകദേശം 0.20 അടുപ്പിച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ 100% വരുമ്പോൾ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ട്രോണും പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 150% മുകളിലും പ്രോഫിറ്റ് ആണ് നമ്മുടെ ട്രോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഡോഗിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് $1 വരുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 0.06 പറഞ്ഞതാണ്. ഡോഗി 0.44 വരെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2000 ഡോഗിയൊക്കെ കയ്യിലുള്ളവർക്ക് ഈസി ആയിട്ട് 2000 USD ഒക്കെ അല്ലെങ്കിൽ 1000 USD ഒക്കെ വെറും $100 അല്ലെങ്കിൽ $200 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത് ക്രിപ്റ്റോയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക്
ലാഭം വളരെ കൂടുതലാണ്, റിസ്ക് പക്ഷേ കൂടുതലാണ്. പ്രോപ്പറായിട്ട് കറക്റ്റ് നല്ല പ്രോജക്റ്റ് നല്ല പ്രൈസ് നോക്കി ചെയ്യുകയാണെങ്കിൽ റിസ്ക് വളരെ കുറവാണ്. ഇനി മാറ്റിക്കൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.30 എന്ന ടൈം, ഇപ്പോൾ 0.44 ആ ഒരു റേഞ്ചൊക്കെയാണ് നമ്മുടെ മാറ്റിക്ക് നിൽക്കുന്നത്. ഡോഗി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 0.50 വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ഡോഗി സെല്ല് ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ഒരു 25% ഡോഗി, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു 5000 ക്വാണ്ടിറ്റി ഡോഗി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 25% അല്ലെങ്കിൽ 30% വേണ്ട, ഒരു 25 അല്ലെങ്കിൽ 15% ഇടയിൽ നിങ്ങൾ വേണമെങ്കിൽ ഡോഗി ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ്. എല്ലാ പ്രോജക്റ്റും അങ്ങനെ തന്നെയാണ്. കാർഡിനായിരുന്നാലും നിങ്ങളുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു 25-15% ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, അത്രയും നിങ്ങൾ സെല്ല് ചെയ്യുക. ഓക്കെ, CT ഒക്കെ കുറേ പേര് ഏകദേശം നല്ല രീതിയിൽ തന്നെ സെല്ല് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും നല്ല പ്രോഫിറ്റാണ്. പക്ഷേ എൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് CT എന്ന് പറയുന്നത് 0.30 0.50 അര USD ഒക്കെയാണ്. അര USD ഒക്കെ പറഞ്ഞപ്പോൾ പലർക്കും ഡൗട്ടാണ് അത്രയൊക്കെ വരുമോ എന്ന്. നമുക്ക് കാത്തിരുന്ന് എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ പ്രൈസ്, നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 91,700 പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് 95,000 USD ചെന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഒരു മാസം മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് 80,000 USD എത്തുന്ന ടൈമായിരിക്കും. ആ ഒരു ടൈം ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80,000 USD എത്തിയ ടൈം ഞാൻ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 85,000 തൊട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് സെല്ല് ചെയ്യണോ വേണ്ടയോ എന്ന്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ലോങ് ടൈം താല്പര്യമുള്ള കുറേ മൈൻഡ് സെറ്റുള്ളവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ലൈറ്റ് കോയിൻ ഏകദേശം 50 USD റേഞ്ച് വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പകുതി ലൈറ്റ് കോയിനെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, 200 USD മുകളിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 76 USD ആണ് നിൽക്കുന്നത്. 50 USD നിങ്ങൾക്ക് ഏകദേശം 200 USD പോകുന്ന ടൈം നിങ്ങൾക്ക് അത്രയും ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ചിലരൊക്കെ ആണെങ്കിൽ ഒരു 100-125 USD ഒക്കെ എത്തുന്ന ടൈം നമ്മുടെ ലൈറ്റ് കോയിൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അത് കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിംഗ്, നിങ്ങളുടെ ഫണ്ട്, നിങ്ങളുടെ ഒരു കണ്ടീഷനൊക്കെ അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഡോട്ട് 4 USD പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 USD 82 സെൻറ്റിൽ നിന്ന് ഇപ്പോൾ 5.5 റേഞ്ചാണ് നിൽക്കുന്നത്. 40 USD മുകളിൽ പോകുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊരു 10 വരുമ്പോൾ നിങ്ങൾ സെല്ല് സ്റ്റാർട്ട് ചെയ്യുക. 25% വെച്ച് ആവറേജ് ബൈ എന്താണ്, സെല്ല് എന്താണ്, മുമ്പുള്ള വീഡിയോസിൽ ഞാൻ മുമ്പ് തൊട്ട് ധാരാളം വീഡിയോസ് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയാത്തത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ അയോട്ടയൊക്കെ 0.10 പലതവണ പറഞ്ഞതാണ്, 0.14 പറഞ്ഞതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ഒരു അര USD ഒക്കെ വരുന്ന ടൈം, അല്ലെങ്കിൽ 0.40 USD ഒക്കെ അയോട്ട വരുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല പ്രോജക്റ്റ് ഏതാണ്, അതിൽ ഏറ്റവും ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ഏതാണ്, എത്രയാണ് സെല്ല്, ഈ 3 കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3ഉം പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മുടെ മെബി പ്രോജക്റ്റ് ഞാൻ അല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോങ്ക്, പെപ്പെ ഇങ്ങനത്തെ കുറച്ച് പ്രോജക്റ്റ് 20 USD അല്ലെങ്കിൽ 10 USD എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പുള്ള വീഡിയോസിൽ പലതവണ. അതുകൊണ്ട് അത് താല്പര്യമുള്ളവർ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ